RSS ഗാന്ധി കുടുംബത്തെ എന്നും വെറുത്തു. അവരെയെല്ലാം നേരിട്ടോ പരോക്ഷമായി കൊല്ലാൻ RSS ആഗ്രഹിച്ചു. ഒക്ടോബർ 17, 2014 മഹാത്മാഗാന്ധിക്ക് പകരം നാഥുറാം ഗോഡ്സെ പണ്ഡിറ്റ് നെഹ്റുവിനെ കൊല്ലേണ്ടതായിരുന്നുവെന്ന് RSSന്റെ മലയാള മുഖപത്രമായ കേസരിയിൽ നിന്ന് സംഘി ബാലകൃഷ്ണൻ എഴുതി. ഈ പ്രസ്താവനയിൽ നിന്ന് RSS അകന്നു. ഇതാണ് കൊലപാതകത്തിന്റെ ശൈലി. കൊലപാതകം നടത്തിപ്പിച്ച് സ്വയം അകലുക. ഭീകരൻ ഗോഡ്സെയുടെ ബ്രിട്ടീഷ് ഏജന്റ് സവർക്കറുടെ അഭിഭാഷകനായ ലക്ഷ്മൺ ബൽവന്ത് ഭോപത്കർ വൻ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നതായി പോലീസ് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിരുന്നു. ഈ ഭീകര ഗൂഢാലോചനയിൽ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തെ മഹാത്മാഗാന്ധി, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, നേതാജി സുഭാഷ് തുടങ്ങിയ മഹാന്മാരായിരുന്ന മുഴുവൻ നേതാക്കളെയും കൊലപ്പെടുത്തേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇന്ന് അതേ തീവ്രവാദ ചരിത്രം ആവർത്തിക്കാനുള്ള ആസൂത്രണം നടക്കുകയാണ്. ഇന്ന് മോദി, ഷാ, ഭഗവത് തുടങ്ങിയവർ നിശബ്ദരാണ്. അതേസമയം 2014 നെഹ്റുജിയുടെ കൊലപാതകത്തിന്റെ ആസൂത്രണത്തിൽ നിന്നും ഇതേ RSS BJP അകലം പാലിച്ചിരുന്നു. ഇതിനർത്ഥം ഇപ്പോൾ BJPയുടെയും RSSന്റെയും മൗനം രാഹുൽ ഗാന്ധിയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നതിന്റെ സൂചനയാണ്. ഇതിന് തെളിവാണ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണിയെക്കുറിച്ച് അമിത് ഷായോട് ചോദ്യം ചോദിച്ചപ്പോൾ തടിപ്പാർ പറഞ്ഞത്, രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഈ ചോദ്യത്തിന് താൻ ഉത്തരം നൽകില്ല എന്ന്. അമിതിന്റെ ഈ ഉത്തരം വളരെ അപകടകരമാണ്. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന ഭീഷണിയെ രാഷ്ട്രീയമെന്ന് ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധിയുടെ കൊലപാതകത്തിൽ BJP RSS വിജയിച്ചാൽ ആ കൊലപാതകത്തെ രാഷ്ട്രീയ കൊലപാതകമെന്ന് വിളിക്കും. അതായത് കൊലപാതകം ന്യായീകരിക്കപ്പെടുന്നു. മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ രാഷ്ട്രീയ കൊലപാതകമെന്ന് വിശേഷിപ്പിക്കുകയും RSS ഹിന്ദു മഹാസഭ ഗാന്ധിവധം ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ എന്തിനാണ് രാഹുൽ ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ ആസൂത്രണം വെളിപ്പെടുത്തേണ്ടി വന്നത്? ഇനി രാഹുൽ ഗാന്ധിയെ തടയാൻ കഴിയില്ലെന്ന് BJP മനസ്സിലാക്കി. അടുത്ത തവണ BJP പോയാൽ ചുരുങ്ങിയത് 25 വർഷമെങ്കിലും തിരിച്ചുവരില്ല. മോദി അധികാരം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്നു. അധികാരം പോയാൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്നു. വ്യവസായി സുഹൃത്തുക്കൾക്ക് ഉറക്കമില്ല.